നിനക്കപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ചാടുമ്പോ വീഴോ എന്തെങ്കിലും പരിക്കോ അങ്ങനത്തെ പേടിയൊന്നുമില്ല അല്ലെ? വീഴുവാണേ വീഴും. എത്ര അടിന്ന് വരെ എടുത്ത് ചാടും? ഒരു 8.5 അത്ര അടിന്ന്. പരിക്കെന്തേലും വരുന്നുണ്ടോ നിനക്ക്? എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഇഞ്ചുറി അങ്ങനെ ഇല്ല, ഇതൊന്നും ചെയ്യുമ്പോ അങ്ങനെ പറ്റില്ല. അല്ലാതെ കട്ടിലിന്ന് വീണിട്ട് പെടലി ഒടിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാലം സ്റ്റിച്ച് ഉണ്ട്. ഇവര് കൂടുതൽ പരിക്ക് പറ്റില്ല. എനിക്ക് അങ്ങനത്തെ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഈ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം മുട്ട എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ടല്ലോ, എത്ര മുട്ട എറിഞ്ഞു പൊട്ടിച്ചു? ഒരു 28-30 അത്ര മുട്ട പൊട്ടിച്ചു. അന്ന് സൂപ്പർ മാർക്കറ്റ് വെച്ച് ഞാനും പൊട്ടിക്കാൻ പോയി, പക്ഷെ ഇവര് സമ്മതിച്ചു. വാശി കാണിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ പിടിച്ച് കിടക്കുമ്പോ ബാത്റൂമിലൊക്കെ പോണെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കും. ആസിക്ക ബാത്റൂമിലൊക്കെ പോണ ഇവനിങ്ങനെ മറ്റേ നമ്മൾ സിനിമയാണ് പോകുന്നത്. മറ്റേ കടലിലിറങ്ങിട്ട് ഒട്ടും വെള്ളത്തില്ലേ ഞങ്ങളിങ്ങനെ കിടക്കത്തില്ലേ അവിടെ മുകളില് ഞാൻ ആസിക്കായി. അപ്പൊ എന്നെ ശ്രദ്ധിച്ചാ അറിയാം ഇങ്ങനെ. അതെ, ഈ നിങ്ങളുടെ കോന്നിയുടെ വീട്ടിലെ അമ്പ് വിട്ട് TV പൊട്ടിച്ചൊരു സംഭവം ഇല്ലേ? അത് ശരിക്കും ആരാ ഉത്തരവാദിത്വം? അല്ല, ഞങ്ങൾ രണ്ടുപേരും കളിച്ചപ്പോഴാ സെറ്റിലോട്ട് എറിഞ്ഞ അത് ഞാൻ വിചാരിക്കുന്നില്ലല്ലോ ഇതിങ്ങനെ ഒറ്റ ഇങ്ങനെ പോയിക്കോട്ടു. ഫുട്ബോളൊക്കെ വളയുന്ന പോലെ. TV പൊട്ടിയോ? TV എനിക്ക് കാണാൻ പറ്റില്ല, ഫുൾ ഡിസ്പ്ലേ കിഴിഞ്ഞു പോയി അതിന്റെ അകത്ത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, we present you the perfect English. WhatsApp now 9633888575. സർക്കിട്ട് എന്ന സിനിമ കണ്ടവരാരും ആ സിനിമയിലെ ജപ്പുവിനെ അവതരിപ്പിച്ചിട്ടുള്ള ഓർഹാൻ എന്ന നടനെ മറന്നു കാണില്ല. ഓർഹാൻ നമ്മുടെ കൂടെ ചേരുകയാണ്. കൂടെ ഓർഹാന്റെ ചേട്ടനായിട്ടുള്ള ഇഷാനും. രണ്ടുപേർക്കും ഒരു ഇൻസ്റ്റാഗ്രാം ചാനലും ഉണ്ട്, കിഡ്ഡീസ് സ്കൂപ്പ് എന്നാണ് പേര്. അപ്പൊ രണ്ടുപേരും മൂവി വേൾഡ് മീഡിയയിലേക്ക് ഇപ്പൊ ചേരുന്നു ഒരു ഇന്റർവ്യൂവിന് വേണ്ടി. നമസ്കാരം. എവിടെ ഞങ്ങൾ രണ്ടുപേരുടെ സ്ഥലം? വീട് എവിടെയാ രണ്ടുപേരുടെയും? തിരുവല്ല, പത്തനംതിട്ട ജില്ല. ഈ സിനിമയുടെ അകത്തെ ജപ്പു കൊറേ മറ്റേ ഈ മേശപ്പുറത്തിന്റെ മേലെ നിന്നും പിന്നെ സെറ്റിയുടെ മേലെ നിന്നൊക്കെ എടുത്ത് ചാടുന്നുണ്ടല്ലോ, ഇതൊക്കെ വീട്ടിലും ചെയ്യുന്നതാണോ? വീട്ടിലും ചെയ്യുന്നത്. എപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കട്ടില് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ആക്റ്റീവ് ആയിട്ട് നിൽക്കും. ചുമ്മാ ഇഷ്ടമല്ല. അപ്പോളേ ഈ സിനിമയുടെ അകത്തെ ഈ പയ്യൻ എപ്പോഴും ഭയങ്കര വാശിക്കാരനാണല്ലോ, എപ്പോഴും ഭയങ്കര ദേഷ്യമാണല്ലോ. അപ്പൊ ഇത് എങ്ങനെ അഭിനയിക്കണം എന്നാ തമറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? അവിടെ ADHD കിഡായിട്ട് അഭിനയിക്കണമെന്നാ പറഞ്ഞേ. തമർക്ക് സ്പോട്ടി വെച്ചാണ് ഇവന് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങള് പിന്നെ കൊറേ ഗൂഗിളിലൊക്കെ നോക്കി എന്നിട്ട് ADHD എന്തോന്ന് പഠിച്ചു. മൂന്ന് എന്തോ തരങ്ങളൊക്കെ ഉണ്ട് അതിന്. എന്താണ് ADHD ശരിക്കും? അതൊരു അസുഖം, ഹൈപ്പർ ആക്റ്റീവ്. എന്ന് പറഞ്ഞാ സൗണ്ട് കേൾക്കുന്ന ഒത്തിരി ഇഷ്ടമല്ല, പിന്നെ എപ്പോഴും ഓടിച്ചാടി നടക്കും, പിന്നെന്തായിരുന്നു അത്രയൊക്കെ ഉള്ളൂ. ആരാ ഗൂഗിള് നോക്കിയത്? ഇങ്ങനെയാണ് 4 പേരും കൂടെ നോക്കുന്നത്. ഉപ്പയും ഉമ്മയും നിങ്ങൾ രണ്ടുപേരും എല്ലാവരും ഇരുന്ന് പഠിച്ചാലല്ലേ പഠിക്കാൻ പറ്റും. നല്ലൊരു കാര്യം. ഈ പടത്തിലെ കൊറേ നേരം നീ ആസിഫയുടെ കൈ പിടിച്ച് നടക്കുന്നുണ്ടല്ലോ. അതിനൊരു ഒരു കാര്യമുണ്ട്, നമ്മൾ പറയണ്ട, സ്പോയിലറാ. അപ്പൊ ഈ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത് ഏത് പോയിന്റിലും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയായിരുന്നോ? കൈ ഇങ്ങനെ പിടിച്ച് നടക്കുമ്പോ ബാത്റൂമിലൊക്കെ പോണെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കും. ആസിക്ക ബാത്റൂമിലൊക്കെ പോണ ഇവനിങ്ങനെ മറ്റേ ഫുൾ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പോയി അത് കൈ ശീലമായി. ഈ ആസിഫയുടെ കൂടെ അഭിനയിക്കുമ്പോഴേ പുള്ളി ഭയങ്കര ഫുഡി ആണല്ലോ, ഭയങ്കര ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള സാധന. പുള്ളി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തന്നോ? അത് വാങ്ങിച്ചൊക്കെ തന്നു, പക്ഷെ ഇപ്പൊ ഓർമ്മയില്ല, കൊറേ നാളായില്ല. ഒരു ഷൂട്ടൊക്കെ ഓർമ്മയില്ല ഒന്നും. എന്താ ആസിഫയുടെ ഫസ്റ്റ് ഷൂട്ടിന്റെ ദിവസം കണ്ടപ്പോ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഷൂട്ടിന്റെ ദിവസം കണ്ടപ്പോ അത് ഞങ്ങള് ഫസ്റ്റ് ദിവസം ഷൂട്ടിനല്ലായിരുന്നു, ഞങ്ങള് കാണാൻ പോയായിരുന്നു. ആസിഫ കൊച്ചി വെച്ച് കാണാൻ പോയിരുന്നു. അന്ന് തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാ ആള്. ഞങ്ങൾ അവിടെ നിന്നപ്പോ എഴുന്നേറ്റ് ഇങ്ങോട്ട് ഒന്ന് സംസാരിച്ച്, അപ്പൊ എന്നെ പേരൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ
ഞങ്ങളുടെ കോമ്പിനേഷൻ ആണോ നോക്കാൻ വേണ്ടിയായിരുന്നു. ആ ആ അപ്പൊ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്തപ്പോ അറിയാമെന്നൊക്കെ പറഞ്ഞു, കണ്ടിട്ടൊക്കെ ഉണ്ടൊക്കെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. ജാടയുണ്ടോ പുള്ളിക്ക്? ഇല്ല, ഒട്ടും ചാടയില്ല. സിമ്പിളാ. ആ ഒട്ടും ചടയില്ല. ഈ പടത്തിൽ അഭിനയിച്ചിട്ടേ ആ. ഇപ്പൊ ആളുകളൊക്കെ ഇപ്പൊ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ ആളുകളൊക്കെ നേരിട്ടൊക്കെ വന്ന് കണ്ടിട്ട് എന്തൊക്കെയാ ചോദിക്കുന്നത്? സിനിമ കൊള്ളായിരുന്നു, ആ. എല്ലാരും കൊറേ പേര് വിളിച്ചു. കൊറേ പേര് എന്റെ ഫാമിലി ആൾക്കാരും എല്ലാരും വിളിച്ചു കൊള്ളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടല്ലേ ഒരു വലിയ സിനിമ ചെയ്തത്. ഞങ്ങള് സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവൻ ഇത്ര ഞങ്ങൾ രണ്ടും എല്ലാ സിനിമ ചെയ്യുന്നത്. ശിവൻ ആദ്യമായിട്ടാ ഫുൾ ത്രൂ ഔട്ടും ചെയ്യുന്നത്. ഈ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം മുട്ട എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ടല്ലോ. എത്ര മുട്ട എറിഞ്ഞു പൊട്ടിച്ചു? ഒരു 28-30 ആ അത്ര മുട്ട പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഇക്കച്ചി വാശിയായിരുന്നു, ഇക്കച്ചിക്ക് അങ്ങനെ പൊട്ടിക്കണമെന്ന് പറഞ്ഞു. ഇക്കച്ചിന്നാണോ വിളിക്കുന്നത്? എന്താ ഇക്കച്ചിക്ക്? ഇക്കച്ചി എന്ന് പറഞ്ഞാ ചേട്ടൻ അർത്ഥം. ഞങ്ങളുടെ വീട് കോട്ടയം ആ ഭാഗത്ത്, അങ്ങനെ അവിടെ വിളിക്കുന്നു ഇക്കച്ചി, ഇക്ക, അങ്ങനെ. ഈ മുട്ട എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു കൊതി തോന്നിയോ? അന്ന് സൂപ്പർ മാർക്കറ്റ് വെച്ച് ഞാനും പൊട്ടിക്കാൻ പോയി, പക്ഷെ ഇവര് സമ്മതിച്ചില്ല. ഈ എത്ര ടേക്ക് പോയാടെ മുട്ട എറിയുന്നത്? അത് 2 ടേക്ക് അത്ര. ഇപ്പൊ ഈ സിനിമയിലെ അഭിനയിച്ചതില് ഏറ്റവും ഒർഹാന്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സീനാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാ ഏറ്റവും അവസാനത്തെ സീനില്ലേ, എന്റെ സീൻ. ടെറസിന്റെ മേലെ കയറി നിൽക്കുന്ന അതേറ്റവും ഇഷ്ടപ്പെടുന്നതല്ലേ, ഏറ്റവും കരയുന്നതല്ലേ? അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. അത് ആ സിനിമ കഴിഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവന്റെ പെർഫോമൻസ് കണ്ടിട്ട്. എടാ, ഇതില് ഏറ്റവും അധികം ഒരു ടഫായി ഉണ്ടായിരുന്ന ഒരു സീൻ എന്തായിരുന്നു? ഇക്കച്ചി പറഞ്ഞ സീനാ. അവിടുത്തെ ഡയലോഗ് ഇല്ലേ, അത് ഭയങ്കര ടഫായിരുന്നു. അവര് പിന്നെ ഇഷ്ടമുള്ള പറഞ്ഞോളാൻ പറഞ്ഞു. ഇഷ്ടമുള്ള പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഞാനത് പറഞ്ഞു. ടെറസിന്റെ മേളിത്തെ എന്താ പറഞ്ഞു നീ ശരിക്കും? ആദ്യം അവര് മലബാർ ഭാഷ പറയാനാ പറഞ്ഞേ. ഇവൻ ആ സാധനം വരിക, നമ്മള് മലബാർ അല്ലല്ലോ. അപ്പൊ ഇവന്റെ അടുത്ത് ഇവന് ഇഷ്ടമുള്ള അങ്ങ് പറയാൻ പറഞ്ഞു. അപ്പൊ ശരി. എന്താ പറഞ്ഞു നീ? ഓർമ്മയുണ്ടെന്തെങ്കിലും? അങ്കിള് പറഞ്ഞല്ലോ, ഞാനൊക്കെ പണ്ട് അവിടുത്തെ നക്ഷത്രങ്ങളായിരുന്നു. അച്ഛനമ്മയെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അതോ ഞാൻ അറിയാതെ വന്നതാണോ? ഈ സ്കൂളിലൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒരു അവസ്ഥ? ഇപ്പൊ ഈ ഷൂട്ട് ഞങ്ങള് സ്കൂളിൽ പോയില്ല, വെക്കേഷൻ അല്ലേ. സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയി. ഞങ്ങൾ സ്കൂളിൽ വലിയ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകും. അപ്പൊ മിസ്മാര് വന്നിട്ട് പറയും ഞാൻ വലിയൊരു പോസ്റ്റർ ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വലിയൊരു പോസ്റ്റർ വെച്ചോളാം. ഇപ്പൊ ഇതിനകത്ത് ദിവ്യ പ്രഭയുണ്ട്, ദീപക് പ്രഭുണ്ട്. ദിവ്യ ചേച്ചിയാണോ ദീപക് ഏട്ടനാണോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും നല്ല പാവാ. രണ്ടുപേരും എപ്പോഴും കളിക്കാൻ അങ്ങനെ പറഞ്ഞാൻ പറ്റില്ല, രണ്ടുപേരും ഒരേയാ. ഈ ദീപകേട്ടനും അതുപോലെ തന്നെ ദിവ്യൊക്കെ നിങ്ങളുടെ ദേഷ്യപ്പെടുന്ന സീനൊക്കെ ഉണ്ടല്ലോ. ആ സീനൊക്കെ എങ്ങനെയാണ് എടുത്തത്? ഏറ്റവും രസം ദീപക്കേട്ടൻ ഇവനിങ്ങനെ എടുത്തെറിയുന്ന സീനൊക്കെ ഇല്ലേ, ഇങ്ങനെ പിടിച്ചോള്, അതൊക്കെ കിട്ടില്ല രസമാണ്. ഞങ്ങളെ ഈ കഥകിന്റെ അവിടെ ഇങ്ങനെ പിടച്ചോണ്ട് വരുന്ന സമയത്ത് കഥകി ഇടിച്ചിട്ടുണ്ട്. ദിവ്യാന്റെ അത്ര അടിക്കുന്നില്ലല്ലോ, ഒറ്റ സീനിലും കണ്ടേ അടിക്കുന്നുള്ളൂ. ദീപക്കേട്ടൻ എല്ലാ സീനിലും എറിയുന്നുണ്ട്. എടാ, നിന്നെ കൊറേ വട്ടം ഈ ദീപക്കേട്ടൻ എടുത്ത് എറിയുന്നുണ്ടല്ലോ. എത്ര വട്ടം എടുത്തെറിഞ്ഞിട്ടുണ്ടാവും? ഒരു 8 വട്ടം. 8 അത്രയൊക്കെ. ഒരു സ്റ്റേക്കിനാ 8 വട്ടം എറിയണേ. കൊറേ വട്ടം ഉണ്ട്, നമ്മൾ എണ്ണുന്നില്ലല്ലോ, ഷൂട്ടല്ലേ. 2-3 ടേക്കേ പോകത്തുള്ളൂ, മാക്സിമം പോകത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ആ ബീച്ചില്ലേ, അവിടെ ഏറ്റവും കൂടുതൽ ടേക്ക് പോയത്. ബാക്കി അടുത്ത് 2-3 ടേക്കിനുള്ളിൽ തീർക്കും എല്ലാവരും. എന്തേ ബീച്ചിൽ ഇത്ര ടേക്ക് പോകാൻ കാര്യം? അത് ബീച്ച് ഇങ്ങനെ തിരമാല അടിയുമ്പോ ക്യാമറ ക്യാമറ പോത്തില്ലേ, അപ്പൊ അങ്ങനെ അവര് കൺട്രോൾ ചെയ്ത് വരുമ്പോ പിന്നെ ഭയങ്കര സൗണ്ട് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് പാടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മറ്റേ കടലിലിറങ്ങിയിട്ട്? ഒട്ടും വെള്ളത്തില്ല. ഇവൻ ആദ്യമൊക്കെ ചെറിയൊരാഗ്രഹം ഉണ്ടായിരുന്നു കടലിൽ ഇറങ്ങണമെന്ന്. ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ എല്ലാം കഴിഞ്ഞു. ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ഞങ്ങളുടെ സിനിമ ഉണ്ടോ, ഞങ്ങളെ ഇങ്ങനെ കിടക്കത്തില്ലേ അവിടെ, ഞാൻ കഴിയും. അപ്പൊ അറിയാം ഇങ്ങനെ കിടക്കുന്നത്. അതല്ല, ഈ നമ്മുടെ ബീച്ചിലെടുത്തില്ലേ, അന്ന് ആദ്യത്തെ ദിവസം സ്മോക്കർ ഒക്കെ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ദിവസം ഒന്നും ഇല്ലായിരുന്നു. ഈ പുതപ്പുണ്ടായിരുന്നു, അതിങ്ങനെ മൂടി ആസിക്കായി സച്ചും കൂടി ഇങ്ങനെ. ഈ ആസിക്ക് സെറ്റിന് മറ്റേ നിലത്ത് കിടന്നുറങ്ങുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. അത് ശരിക്കും എന്താ സംഭവം?
അത് ആ ഫ്ലാറ്റിന് വെളിയും തണുത്ത് അവിടെ 7 ഡിഗ്രി കണ്ട തണുപ്പ്. നമ്മള് 7 ഡിഗ്രിയിൽ നമ്മള് സാധാരണ മറ്റേ കോട്ട് ഒക്കെ, ഇത് നോർമൽ ടീഷർട്ടും നോർമൽ പാന്റ്. എനിക്ക് നിക്കറുവാ ആ ഷോട്ടി. ഇത്രോളം നിക്കറും ഭയങ്കര പാടല്ലേ. അപ്പൊ ആ സ്ഥിതിക്ക് ഇങ്ങനെ കിടക്കുന്നേ അത്ര തണുപ്പില്ലേ. ബാക്കി എല്ലാവരുടെ സൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവനും ഉണ്ടായിരുന്നു. നീ എത്ര അടിന്ന് വരെ എടുത്ത് ചാടും? ഒരു 8.5 അത്ര അടിയെന്ന്. 7, 8 ഇവിടുന്ന് ഇത്ര അടി ചാടും. ഇവൻ ചാടും. എന്താ ഇത്ര ചാടുന്ന വെച്ചാൽ നമുക്കൊക്കെ ഒരു പേടിയുണ്ട്. ഇവൻ ആദില്ല ചത്ത ആ സാധനം ഒറ്റ ചയ്യല. പരിക്കെന്തെങ്കിലും പറ്റിയുണ്ടോ നിനക്ക്? എന്തെങ്കിലും പ്രശ്നം പറ്റിയുണ്ടോ? ഇഞ്ചുറി അങ്ങനെ ഇല്ല, എന്തെങ്കിലും? ഇതൊന്നും ചെയ്യുമ്പോ അങ്ങനെ പറ്റി. അല്ലാതെ കട്ടിലിന്ന് വീണിട്ട് പെടലി ഒടിഞ്ഞിട്ടുണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ. അതെന്താ സംഭവം? അത് ഞാൻ ഇവരെല്ലാരും എഴുന്നേറ്റ് പോയി. എന്നാലും ഒരു 8 മണി. ഇവരെല്ലാരും പോയി, നിങ്ങള് താഴെ പോയി. ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ ഉരുണ്ട് കട്ടിലില് താഴെ വീണു. പിന്നെ ഇവിടെ ഒരു സാധനം സ്റ്റിച്ച് ഉണ്ട്. സ്റ്റെപ്പ് തന്നെ. ഇവന് കൂടുതൽ പരിക്ക് പറ്റില്ല. എനിക്ക് അങ്ങനത്തെ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഇവൻ കൂടുതൽ ഞാൻ പിന്നെ വിറക് എടുത്തോണ്ട് അടുക്കളയിൽ പോകുമ്പോഴത്തേന് അവിടെ ഇങ്ങനെ ഒരു കൂർത്ത സാധനമുണ്ട്. ഒരു വിറകെ തട്ടിയിട്ട് ആ സാധനത്തിപ്പോ തലയിടിച്ചു. പിന്നെ വേറൊന്നുണ്ട്, എന്താ സ്റ്റെപ്പാ, ഒരു 3 സ്റ്റെപ്പ്. ഞാൻ വെള്ളം പിടിച്ചോണ്ട് പോവാ, വെള്ളം ഇച്ചിരി താഴെ വീണു. അരി തട്ടി ഞാൻ വീണ് സ്റ്റെപ്പിൽ പോയി തലയിടിച്ചു. ഇവിടെ സ്റ്റിച്ച് ഉണ്ട്, എല്ലായിടത്തും സ്റ്റിച്ച് ഉണ്ട്. മറക്കാനാണല്ലോ ഇത്രയും മുടി. അതെ, ഈ നിങ്ങളുടെ കോന്നിയുടെ വീട്ടിലെ അമ്പ് വിട്ട് TV പൊട്ടിച്ചൊരു സംഭവം ഇല്ലേ? അത് ശരിക്കും ആരാ ഉത്തരവാദിത്വം? അല്ല, ഞങ്ങൾ രണ്ടുപേരും കളിച്ചപ്പോഴാണ്. അപ്പൊ ഇക്കച്ചി എറിഞ്ഞത്. എന്താ സംഭവം ശരിക്കും? ഞാനിങ്ങനെ എറിഞ്ഞു. എന്ത് അമ്പോ? അമ്പ് സെറ്റി ഉണ്ട് അവിടെ. ഇത് TV ഇവിടെ സെറ്റിയിലോട്ട് എറിഞ്ഞ. അത് ഞാൻ വിചാരിക്കുന്നില്ലല്ലോ ഇതിങ്ങനെ ഒറ്റ ഇങ്ങനെ പോയിക്കൊണ്ടു. ഫുട്ബോളൊക്കെ വളയുന്ന പോലെ. TV പൊട്ടിയോ? TV എനിക്ക് കാണാൻ പറ്റില്ല. ഫുൾ ഡിസ്പ്ലേ കിഴിഞ്ഞു പോയി അതിന്റെ അകത്ത്. പറഞ്ഞോ? പറഞ്ഞു വഴക്ക് പറഞ്ഞു. അടിയൊന്നും തന്നില്ല. ഇതുവരെ അടിച്ചിട്ടില്ലേ? അതില്ല, അടിയില്ലെന്നോ. നല്ല അടിയുണ്ട്. ഈ വാപ്പ എങ്ങനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്? ഇതിന്റെ ഒരു ദിവസം എങ്ങനെ ഒരു ദിവസം? അല്ല, എല്ലാ ദിവസവും 4 മണി തൊട്ട് വീട്ടിലുണ്ടെങ്കിൽ 4 മണി തൊട്ട് ഒരു 7:30 വരെ. രാവിലെ 4 മണി തൊട്ട്? അല്ലല്ല, വൈകിട്ട് 4 മണി. അപ്പൊ സ്കൂൾ ടൈമും കഴിയുമല്ലോ. അപ്പൊ ഒരു 4 മണി തൊട്ട് 7:30 വരെ ഞങ്ങള് പ്രാക്ടീസിലായിരിക്കും. വീട്ടിൽ തന്നെ? അല്ല, ഞങ്ങളുടെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് വലിയ, വീടിന്റെ ഓപ്പോസിറ്റ് തന്നെ. ഉമ്മയും ഞാനും സച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യും. ഒരു വീഡിയോ എടുക്കും. ഒരു വീഡിയോ എടുക്കും. പാപ്പി വീഡിയോഗ്രാഫർ അല്ലേ, വരത്തില്ലല്ലോ. ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോ വാപ്പി ഒരു വീഡിയോ പ്ലാൻ ചെയ്യും. എന്നിട്ട് റെസ്റ്റ് എടുക്കുമ്പോ വീഡിയോ എടുക്കും. ഈ സൈക്കിൾ ഓടിച്ചിട്ടുള്ള സ്റ്റണ്ട് അല്ലേ നിന്റെ മെയിൻ? സൈക്കിൾ ഫ്രീ സ്റ്റൈലിംഗ്. സൈക്കിൾ ഫ്രീ സ്റ്റൈലിംഗ്. അപ്പൊ അത് ചെയ്യുന്ന നേരത്തെ ഇപ്പൊ ഈ ഉമ്മയുടെ മേലെ കൂടെ സൈക്കിൾ ചവിട്ടി മുകളിൽ പോവാ. അപ്പൊ ഉമ്മിക്ക് എന്തെങ്കിലും ശരിക്കും പറ്റിയിട്ടുണ്ടോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? ഉണ്ട്. ഞാൻ ഒരു അത് ഇട്ടിട്ടുണ്ട് വീഡിയോ. ഇങ്ങനെ ഇവിടെ ടയർ ഇത് ഉമ്മ ഇങ്ങനെ ഇരിക്കുവാ, നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ലേ, ഉമ്മയുടെ മണ്ടേന്ന് ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. ഇങ്ങനെ ചവിട്ടി ഉമ്മി പോകുമ്പോ ഇങ്ങനെ ചെയ്യുന്നേ. അത് ചെയ്തപ്പോ ഇങ്ങോട്ട് പോയില്ല, ഇങ്ങനെ തന്നെ ഉമ്മയുടെ മുട്ട ഇവിടെ ഇങ്ങനെ മുട്ടടിച്ചു. അത് ഇവിടെ ഫുൾ പൊങ്ങിയൊക്കെ മരുന്നൊക്കെയാന്ന് വിചാരിക്കും. ഇങ്ങനെ ഇരിക്കുവാ. അപ്പൊ ഇക്കച്ചി ഇവിടെ ടയറാ ചാടി ഉമ്മയുടെ ദേഹത്ത് വന്നിട്ട് ബാക്ക് ഫ്ലിപ്പ് ചെയ്യും. ദേഹത്ത് ചവിട്ടിയിട്ട് ടയറിൽ വന്ന് ബാക്ക് ഫ്ലിപ്പ് ചെയ്യാനായിരുന്നു. ഉമ്മയുടെ ദേഹത്ത് തന്നെ വന്ന് വീണു. അതായിരുന്നു ഇച്ചിരി വലിയ പരിക്ക് ഉമ്മിക്ക് പറ്റിയേ. ബാക്കി അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. സൈക്കിൾ വന്ന് മേത്ത് മുട്ടും അങ്ങനത്തെ ഒക്കെ ഉള്ളു. ഈ ആൾക്കാരൊക്കെ നിങ്ങൾ ഇങ്ങനെ ഈ എടുത്ത് ചാടുക, സൈക്കിൾ കൊണ്ട് ഓടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആളുകൾ പറയും ഇതൊന്നും ചെയ്യണ്ടോ, എന്തെങ്കിലും പറ്റും അങ്ങനെയൊക്കെ പറയാറുണ്ട്. സേഫ്റ്റി വേണം. ഞാനിങ്ങനെ എപ്പോഴും അടങ്ങിയിരിക്കാത്തോണ്ട് ഞങ്ങളുടെ സെറ്റിലൊക്കെ പോയിട്ട് തലയും കുത്തിയിരിക്കും. അപ്പൊ എല്ലാരും പറയും കുടലൊക്കെ. പക്ഷെ ഇതുവരെ കുടലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ചെയ്യാത്തവര് പെട്ടെന്ന് ചെയ്താലേ കുടല് പറയും. എപ്പോഴും ചെയ്യുന്നില്ല. ഈ ഒരു പരിക്കും പറ്റാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഒരു വലിയൊരു ബെഡ് ഉണ്ട്. ഒരു സൈഡിൽ കോളിഫ്ലവർ, അപ്പുറത്തെ സൈഡിൽ സ്പോഞ്ച്. അപ്പൊ നമുക്ക് ഈ സ്പോഞ്ച് പോലത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ വലിയ ഹൈറ്റ് ചാടുമ്പോ ഒന്നും പറ്റാതിരിക്കാൻ കോളിഫോം വെച്ച് ഇച്ചിരി ജമ്പ് ഇട്ടായിരിക്കാൻ ലാൻഡ് ആവും. നമ്മളൊരു ഇത് കിട്ടും. അതാ പരിക്കൊന്നും പറ്റത്തില്ല പോയി വീണാലും. ഞങ്ങള് വലിയൊരു പണിയിപ്പിച്ചാ ഒരു വലിയ അതിന്റെ മറിന്റെ കൂടെ കവറൊക്കെ ഇടിപ്പിച്ച് ഒരു ഇവിടം തൊട്ട് അത്രയൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയാ പഠിപ്പിച്ചു തന്നായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്? അത് അവിടെ ചെല്ലുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു തരും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം.
അപ്പൊ ഞാൻ അത് നോക്കി അങ്ങനെ ചെയ്യും. പിന്നെ ഇവൻ തമർക്ക് ഇങ്ങനെ ക്യാമറ പിടിക്കുവാണേ, ക്യാമറ വേറെ ഇവന്റെ ഷൂട്ടില്ല. ഇപ്പൊ വേറെ ആൾക്കാരുടെ ഇങ്ങനെ ക്യാമറ പൊസിഷൻ നോക്കുമ്പോ ഇവൻ ഷൂലേസ് ഊരിട്ടത്. ഞാൻ ഇട്ടോ അപ്പൊ തമർക്ക് ചില ദിവസം ഷൂലേസ് ഇല്ലാത്ത ഇട്ടോണ്ട് വരും. ഇല്ലാത്ത ഷൂ ഒക്കെ ഇട്ടോണ്ട് വരും. ഈ സിനിമയില് അഭിനയിക്കുന്ന സമയത്തെ നമ്മളിപ്പോ ഇത് ഇങ്ങനെ അഭിനയിച്ചാ മതി, ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡ്രാമയായി പോവും, സാധാരണ പോലെ അഭിനയിച്ചാൽ മതി, അതൊക്കെ ആരാ പറഞ്ഞു തന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ വരുവാണെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോളാം അങ്ങനെ. തമർക്ക് അത്ര സ്ട്രിക്റ്റ് ഡയറക്ടർ അല്ല, ചെയ്ത് നിന്റെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. അവര് സീൻ പറയും, നിന്റെ ഇഷ്ടത്തിന് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് നൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യണ്ട, രാത്രിയൊക്കെ ഉറക്കമൊക്കെ പോയില്ലേ? പോയി. ഞങ്ങളിങ്ങനെ ഒരു 6:30 വരെയൊക്കെ ഷൂട്ട് കാണും, 5 മണിയൊക്കെ. 1 മണിക്കൊക്കെ തുടങ്ങിയിട്ട് 4:30 ആകുമ്പോ തീരും. ആ ഫ്ലാറ്റിന് മേലൊക്കെ അങ്ങനെ ആയിരുന്നു. ഞങ്ങളൊന്ന് റൂമിൽ കിടക്കും, ബാപ്പി അപ്പോഴും ഉറക്കുമായിരിക്കും. റൂമിൽ കിടന്നു ഞങ്ങൾ മാത്രമേ ഷൂട്ടിന് പോകുള്ളൂ. സച്ചും പോവും, ഇല്ലെങ്കിൽ ഞാനും ഉമ്മയും സച്ചും പോവും. ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിട്ട് ഇങ്ങനെ കിടന്ന് വരുമ്പോ ബാപ്പി കറക്കം തുടങ്ങും. മൊത്തം വെട്ടവും കണ്ണിയടി, മൊത്തം ഉറക്കവും പോവും. ഈ പടത്തിനകത്തെ ഈ പല്ലിലൊരു നൂല് കെട്ടിയിട്ട് മറ്റേ കാർ ഓടിക്കുന്ന സാധനമില്ലേ, അത് ശരിക്കും എങ്ങനെയാ ഷൂട്ട് ചെയ്തത്? അത് ശരിക്കും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പല്ല് വെച്ചു. അവിടെ ആ പല്ല് ആടുന്നുണ്ടോ? ആ പല്ലിപ്പൊ പോയി. ഇതല്ലേ ഇത് അതല്ലേ ആ പല്ല് ആടുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് തന്നെ കെട്ടി വലിച്ചാളായി. പക്ഷെ അവർക്കൊരു ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവര് ഇവൻ പറഞ്ഞു പല്ലിന് കാറ് കെട്ടി ഒറ്റ വിടലിടാന്ന്. ശരിക്കും പറയാ നീ ഒന്നെ പറഞ്ഞാ. നിനക്കപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചാടുമ്പോ വീഴോ എന്തെങ്കിലും പരിക്കോ അങ്ങനത്തെ പേടിയൊന്നുമില്ല അല്ലെ? വീഴുവാണേ വീഴും. ഇവൻ അങ്ങനത്തെ പേടിയൊന്നുമില്ല, എനിക്കുണ്ട്. ഞാൻ ഇച്ചിരി പേടിയുള്ള ആളാ. ഞാൻ ഇപ്പൊ ചെയ്യുമ്പോ വീഴുവോ, ആദ്യം നമ്മൾ അത്ര സപ്പോർട്ടിലേ ചെയ്യൂ. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ നമ്മൾ അത്ര ഇതായാലേ ഒറ്റയ്ക്ക് ചെയ്യൂ. ഇല്ലെങ്കിൽ ബാക്കി സപ്പോർട്ട് ചെയ്യും, അല്ലെ ഉമ്മി സപ്പോർട്ട് ചെയ്യും. നിങ്ങളൊക്കെ രണ്ടുപേരുടെയും ശരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തുവാ ശരിക്കും? ആഗ്രഹം എന്താ? ഒളിമ്പിക്സിൽ പോകണമെന്നും ആക്ടർ ആവണം. എന്റെ പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം എയർഫോഴ്സ് ആണ്. എന്റെ ഒളിമ്പിക്സിൽ പോണം, ഒരു മെഡൽ വേണം. അല്ലെ ഒളിമ്പിക്സിൽ മെഡലൊന്നും വേണമെന്നൊന്നുമില്ല, പോണമെന്നെങ്കിലും. പിന്നെ എനിക്ക് F1 ഡ്രൈവർ ആവണം. F1 ഡ്രൈവർ അറിയോ? റേസർ. അതാവണമെന്ന് എന്റെ ആഗ്രഹം. ഞാൻ കാറിന്റെ ആളാ. സൂപ്പർ. എനിക്ക് ബുഗാട്ടിയാ. ഇവൻ ഒരു ദിവസം കരഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന് ഏത് വണ്ടി മേടിക്കുമെന്ന് പറഞ്ഞ് സുപ്രയും ബുഗാട്ടിയാന്ന് പറഞ്ഞു. ഞാൻ സുപ്ര എന്ന് പറഞ്ഞു, ബുഗാട്ടി എന്ന് പറഞ്ഞു. 2 അടി ഇവൻ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിന്. ഒരുപാട് അല്ല അപ്പൊ ഈ ഇവന് ഇപ്പൊ പെൺപിള്ളേരൊക്കെ എങ്ങനെ ഫാൻസ് ആയിട്ടുണ്ടോ? എല്ലാവരും ഫാൻസ് ഉണ്ട്, അങ്ങനൊന്നുമില്ല, എല്ലാവരും ഫാൻസാ. ഈ നമ്മുടെ ഈ സ്കൂളിലേക്കൊക്കെ പോയി കഴിയുമ്പോഴേ ഈ പഠിത്തവും ഷൂട്ടും ഈ സിനിമ വരുമല്ലോ, അപ്പൊ എങ്ങനെ മാനേജ് ചെയ്യാനാ പ്ലാൻ? ഷൂട്ടിന് പഠിത്തം നിർത്തും. അവൻ എത്ര പഠിക്കുന്നുള്ള അവൻ പഠിക്കും, പക്ഷെ മനസ്സിലാക്കത്തില്ല. നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ പഠിക്കത്തില്ല. അങ്ങനത്തെ ടൈപ്പാ. പഠിക്കത്തില്ല ഒട്ടും. അവന് ഇഷ്ടമല്ല പഠിക്കുന്ന വഴിയുന്നത്. മിസ്സിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മിസ്സേ നമുക്ക് ഹിന്ദി പഠിക്കണ്ട, നമുക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യാന്ന്. എനിക്ക് എഴുതാൻ വയ്യെന്ന്. ഞാൻ സയൻസിന്റെ ആൻസർ ദ ഫോളോയിങ് ഒന്നും എഴുതൂല. അപ്പൊ മിസ് എന്നെ PT മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു എന്താ എഴുതാത്തേന്ന്. അപ്പൊ ഞാൻ മിസ്സിന്റെ അടുത്ത് പറയാം, എന്തിനു എഴുതിയിട്ട് എന്തോ കാര്യം. ഫുൾ മാസ് മിസ്സിന്റെ അടുത്ത്. മിസ്സുമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പ് മാത്രമല്ല, നല്ല സ്പോർട്സും എല്ലാം എല്ലാം ഉണ്ട്. അതുകൊണ്ട് നല്ല രസമാണ്. അപ്പൊ ഇനിയിപ്പോ ഒർഹാനൊരു പടം കിട്ടിയല്ലോ, ഇഷാന്റെ പ്ലാൻ എന്തുവാ? പടം വരണം. പടം ഇല്ലെങ്കിൽ ഇവന്റെ കൂടെ ഇങ്ങനെ നിൽക്കും. എനിക്ക് ഏതാണേലും സന്തോഷം. ഏറ്റവും സന്തോഷം ഇവന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും സിനിമകള് ഇനിയും കിട്ടട്ടെ. എന്തായാലും നിങ്ങളുടെ ഈ ഓട്ടം ചാട്ടം ഒളിമ്പിക്സ് ആ ഡ്രീംസ് ഒക്കെ എന്തായാലും എത്രയും പെട്ടെന്ന് നടക്കട്ടെ. രണ്ടുപേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. നമ്മൾ നിന്റെ ബാക്ക് ഫ്ലിപ്പോട് കൂടി അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ ചെയ്യാം നമുക്ക്. ഓക്കെ, എവിടെ ചെയ്യണ്ടേ? ചെയ്യാം.